പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നു. ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ ഇറാൻ ആക്രമിച്ചതോടെയാണ് കാര്യങ്ങൾ വീണ്ടും കൈവിടുന്നത്. ഇറാന്റെ അധികാരം ഒഴിവാക്കി ഒമാൻ ബദൽ കപ്പൽ പാത തുറന്നതാണ് ആക്രമണത്തിന് കാരണമായത്. സമാധാന കരാർ ലംഘിച്ച് ലബനനിലേക്കുള്ള ഇസ്രയേൽ ആക്രമണവും തുടരുകയാണ്. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, സമാധാനം ഇനിയും പശ്ചിമേഷ്യയിൽ അകലെയാണ് എന്ന് വേണോ ഈ സംഭവങ്ങളിലൂടെയൊക്കെ ഇനി മനസ്സിലാക്കാൻ? പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം അകലെ എന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ ഇറാൻ ആക്രമിച്ചതോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോകുന്ന സാഹചര്യമുണ്ടായത്. ആക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെ അധികാരം ഒഴിവാക്കി ഒമാൻ ബദൽ കപ്പൽ പാത തുറന്നതാണ് ഈ ആക്രമണത്തിനൊക്കെ കാരണമായത്. ഇനി ഇതിനുള്ള പരിഹാരം എന്ത്? കൂടുതൽ ചർച്ചകൾ നടക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, പശ്ചിമേഷ്യയിൽ സമാധാനം ഇനിയും അകലെ എന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഇതിലിനി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീ, പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോവുകയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. സിംഗപ്പൂർ പതാകയുള്ള കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇത് ഇറാൻ ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാൻ കാരണം ഒമാന്റെ ഭാഗത്ത് നിന്നുണ്ടായ ചില നീക്കങ്ങളാണ്. ഹോർമൂസിന് ബദലായി മറ്റൊരു കപ്പൽ പാത ഒമാൻ തുറന്നിട്ടുണ്ട്. അത് ഇറാന്റെ അധികാര പരിധി ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ്. കിഴക്കൻ തീരത്തുകൂടി, ഒമാന്റെ കിഴക്കൻ തീരത്തുകൂടി, തെക്ക് കിഴക്കൻ തീരത്തുകൂടിയുള്ള ഒരു പുതിയ പാതയാണ്. ഇതാണ് ഇപ്പോൾ ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാത അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിൻ്റെ പുറത്താണ് ആക്രമണം നടത്തിയത്. സിംഗപ്പൂർ പതാകയുള്ള കപ്പലാണ്, ലൈബീരിയയിലേക്ക് പോവുകയായിരുന്നു എന്ന വിവരമാണ്. ഇതിൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഉണ്ട്. അവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ അവിടെ കുടുങ്ങിക്കിടന്ന കപ്പലുകളിലെ നാവികരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയാണ് IMOയുടെ ഭാഗത്ത് നിന്നുള്ള ഇടപെടലുണ്ടായത്. ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവർ നിർത്തിവെച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണ് ഇത്തരമൊരു നടപടിക്ക് കാരണമായത്. അതേസമയം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലബനനിലേക്കുള്ള ആക്രമണം തുടരുകയാണ്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. സമാധാന കരാറിന് വിരുദ്ധമായാണ് ഇത്തരം ഒരു ആക്രമണം നടത്തുന്നത്.